നമസ്കാരം. RB മീഡിയ കേരളയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കേരള പോലീസ് കോൺസ്റ്റബിൾ ജോലി 10ാം ക്ലാസ് ഉള്ളവർക്ക് ഇപ്പോൾ അപേക്ഷിക്കാം. കേരള പോലീസിൽ കോൺസ്റ്റബിൾ ജോലി ആഗ്രഹിക്കുന്നവർക്ക് ഇതാണ് അവസരം. ഇപ്പോൾ പോലീസ് കോൺസ്റ്റബിൾ തസ്തികയിലേക്ക് നിയമനം നടത്തുന്നതിന് വേണ്ടി കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ വഴി യോഗ്യരായ ഉദ്യോഗാർത്ഥികളിൽ നിന്നും അപേക്ഷ ക്ഷണിച്ചു. മിനിമം 10ാം ക്ലാസ് യോഗ്യതയുള്ളവർക്ക് കേരള പോലീസിൽ കോൺസ്റ്റബിൾ പോസ്റ്റുകളിലായി വന്നിട്ടുള്ള ഒഴിവുകളിലേക്ക് ഉദ്യോഗാർത്ഥികൾക്ക് ഉടൻ തന്നെ ഓൺലൈനായി അപേക്ഷിക്കാം. ജോലിയുടെ ശമ്പളം 30,000 രൂപ തൊട്ട് 67,000 രൂപ വരെ. കാറ്റഗറി നമ്പർ 212/2024. തസ്തികയുടെ പേര് പോലീസ് കോൺസ്റ്റബിൾ. അപേക്ഷിക്കേണ്ട രീതി ഓൺലൈൻ. ഗസറ്റിൽ വന്ന തീയതി 2024 ജൂലൈ 15. ഏജ് ലിമിറ്റ് കോൺസ്റ്റബിൾ 18 വയസ്സ് തൊട്ട് 26 വയസ്സ് വരെ. കാൻഡിഡേറ്റ് ബോൺ ബിറ്റ്വീൻ 2/1/1997 ടു 1/1/2005. ക്വാളിഫിക്കേഷൻ 10ാം ക്ലാസ് പാസ്. ഫിസിക്കൽ ക്വാളിഫിക്കേഷൻ ഹൈറ്റ് 167 സെൻറ്റിമീറ്റർ, ചെസ്റ്റ് 81 സെൻറ്റിമീറ്റർ. എങ്ങനെ അപേക്ഷിക്കാം? ഉദ്യോഗാർത്ഥികൾ കേരള PSCയുടെ ഔദ്യോഗിക വെബ്സൈറ്റായ www.keralapsc.gov.in വഴി ഒറ്റത്തവണ രജിസ്ട്രേഷൻ പ്രകാരം രജിസ്റ്റർ ചെയ്ത ശേഷമാണ് അപേക്ഷിക്കേണ്ടത്. രജിസ്റ്റർ ചെയ്തിട്ടുള്ള ഉദ്യോഗാർത്ഥികൾ അവരുടെ യൂസർ ഐഡിയും പാസ്വേഡും ഉപയോഗിച്ച് ലോഗിൻ ചെയ്ത ശേഷം സ്വന്തം പ്രൊഫൈലിലൂടെ അപേക്ഷിക്കേണ്ടതാണ്. അപേക്ഷിക്കാൻ ആഗ്രഹിക്കുന്നവർ നോട്ടിഫിക്കേഷൻ ലിങ്കിൽ കയറി പൂർണ്ണമായും വിവരങ്ങൾ മനസ്സിലാക്കി അപേക്ഷിക്കുക. നോട്ടിഫിക്കേഷൻ ലിങ്ക്, അപേക്ഷാ വെബ്സൈറ്റ് ലിങ്ക് ഈ വീഡിയോയുടെ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്തിട്ടുണ്ട്. അപേക്ഷ അയക്കേണ്ട അവസാന തീയതി 2024 ഓഗസ്റ്റ് 14 വരെ. ഊട്ടിയിലെ കേന്ദ്ര സർക്കാർ സ്ഥാപനത്തിൽ നല്ല ശമ്പളത്തിൽ ജോലി. കേന്ദ്ര സർക്കാരിൻ്റെ കീഴിൽ ജോലി നേടാൻ ആഗ്രഹിക്കുന്നവർക്ക് ഇതാണ് സുവർണാവസരം. ഊട്ടിയിലെ കേന്ദ്ര സർക്കാർ സ്ഥാപനത്തിൽ സെക്യൂരിറ്റി ഗാർഡ് മുതൽ നിരവധി തൊഴിലവസരങ്ങൾ. നാഷണൽ സെൻറ്റർ ഫോർ റേഡിയോ ആസ്ട്രോഫിസിക്സ് ഇപ്പോൾ ടെക്നിക്കൽ അസിസ്റ്റൻ്റ് B, സയൻറ്റിഫിക് അസിസ്റ്റൻ്റ് B, ലബോറട്ടറി അസിസ്റ്റൻ്റ് B, ട്രേഡ്സ്മാൻ B, ഡ്രൈവർ, ക്ലർക്ക്, വർക്ക് അസിസ്റ്റൻ്റ്, സെക്യൂരിറ്റി ഗാർഡ് തസ്തികയിലേക്ക് നിയമനം നടത്തുന്നതിന് വേണ്ടി യോഗ്യരായ ഉദ്യോഗാർത്ഥികളിൽ നിന്നും അപേക്ഷ ക്ഷണിച്ചു. ഒഴിവുകളുടെ എണ്ണം 12. ജോലിസ്ഥലം ആൾ ഓവർ ഇന്ത്യ. ജോലിയുടെ ശമ്പളം 30,000 രൂപ തൊട്ട് 59,000 രൂപ വരെ. അപേക്ഷാരീതി ഓൺലൈൻ. അപേക്ഷ ആരംഭിക്കുന്ന തീയതി 27 ജൂൺ. തസ്തികയുടെ പേര് ടെക്നിക്കൽ അസിസ്റ്റൻ്റ് B, സയൻറ്റിഫിക് അസിസ്റ്റൻ്റ് B, ലബോറട്ടറി അസിസ്റ്റൻ്റ് B, ട്രേഡ്സ്മാൻ B, ഡ്രൈവർ, ക്ലർക്ക്, വർക്ക് അസിസ്റ്റൻ്റ്, സെക്യൂരിറ്റി ഗാർഡ്. വിദ്യാഭ്യാസ യോഗ്യത ടെക്നിക്കൽ അസിസ്റ്റൻ്റ് B മുഴുവൻ സമയ BSc ഇലക്ട്രോണിക്സിൽ ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ് മുഴുവൻ സമയ ഡിപ്ലോമ. സയൻറ്റിഫിക് അസിസ്റ്റൻ്റ് B മുഴുവൻ സമയ BSc കമ്പ്യൂട്ടർ സയൻസ് ഇലക്ട്രോണിക്സ് DERE അല്ലെങ്കിൽ കമ്പ്യൂട്ടർ എഞ്ചിനീയറിംഗിൽ ഡിപ്ലോമ. ലബോറട്ടറി അസിസ്റ്റൻ്റ് B ക്വാളിഫിക്കേഷൻ മുഴുവൻ സമയ HSC 60% കേന്ദ്ര സംസ്ഥാന ബോർഡ് പരീക്ഷകൾ. ലബോറട്ടറിയിൽ 2 വർഷത്തെ പ്രവൃത്തി പരിചയം. ട്രേഡ്സ്മാൻ B ഇലക്ട്രിക്കൽ അല്ലെങ്കിൽ തത്തുല്യ വിഷയങ്ങളിൽ നാഷണൽ കൗൺസിൽ ഓഫ് വൊക്കേഷണൽ ട്രെയിനിങ് NCVT നൽകുന്ന നാഷണൽ ട്രേഡ് സർട്ടിഫിക്കറ്റ് മൊത്തം 60% മാർക്കോടെ 2 വർഷത്തെ പരിചയം. 10ാം ക്ലാസ് അല്ലെങ്കിൽ തത്തുല്യം കേന്ദ്ര സംസ്ഥാന ബോർഡ് പരീക്ഷകൾ. കുറഞ്ഞത് 60% മാർക്കോടെ ITI ഇലക്ട്രോണിക്സ്. ഡ്രൈവർ ജോലി 10ാം ക്ലാസ് അല്ലെങ്കിൽ തത്തുല്യം കേന്ദ്ര സംസ്ഥാന ബോർഡ് പരീക്ഷകൾ. ആവശ്യാനുസരണം ഉചിതമായ വാഹനം ഓടിക്കുന്നതിനുള്ള സാധുവായ ലൈസൻസ്. ക്ലർക്ക് ക്വാളിഫിക്കേഷൻ 50% മാർക്കോടെ
അംഗീകൃത സർവകലാശാല അല്ലെങ്കിൽ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്നും ബിരുദം, ടൈപ്പിംഗ് പരിജ്ഞാനം. വർക്ക് അസിസ്റ്റൻ്റ് 10ാം ക്ലാസ് അല്ലെങ്കിൽ തത്തുല്യം. സെക്യൂരിറ്റി ഗാർഡ് 10ാം ക്ലാസ് അല്ലെങ്കിൽ തത്തുല്യം. കേന്ദ്ര സംസ്ഥാന ബോർഡ് പരീക്ഷകൾ. അഗ്നിശമന പരിശീലന, ഫസ്റ്റ് എയ്ഡ് സർട്ടിഫിക്കറ്റ്, NCC സർട്ടിഫിക്കറ്റ്, സിവിൽ ഡിഫൻസ് പരിശീലനം, ഹോം ഗാർഡ് എന്നീ ഉദ്യോഗാർത്ഥികൾക്ക് ഈ നിബന്ധന ബാധകമല്ല. വ്യക്തിഗത കമ്പ്യൂട്ടറുകളുടെയും ആപ്ലിക്കേഷനുകളുടെയും ഉപയോഗത്തെക്കുറിച്ചുള്ള അറിവ്. എങ്ങനെ അപേക്ഷിക്കാം? ഈ പറഞ്ഞ ഒഴിവുകളിലേക്ക് അപേക്ഷിക്കാൻ താൽപ്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾക്ക് ഓൺലൈനായി അപേക്ഷിക്കാം. യോഗ്യരായ ഉദ്യോഗാർത്ഥികൾ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്തിരിക്കുന്ന ഔദ്യോഗിക നോട്ടിഫിക്കേഷൻ പൂർണ്ണമായും വായിച്ച് മനസ്സിലാക്കിയതിന് ശേഷം അപേക്ഷിക്കുക. നോട്ടിഫിക്കേഷൻ ലിങ്ക്, അപ്ലൈ ലിങ്ക് കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്തിട്ടുണ്ട്. അപേക്ഷ അയക്കേണ്ട അവസാന തീയതി 21 ജൂലൈ 2024. റെയിൽവേ റിക്രൂട്ട്മെൻറ്റ്. നിലവിലുള്ള 2424 അപ്രൻറ്റീസ് ഒഴിവുകളിലേക്ക് നിയമനം നടത്തുന്നതിനുള്ള ഔദ്യോഗിക വിജ്ഞാപനം പുറത്തിറക്കി. ഇന്ത്യൻ റെയിൽവേയിൽ ജോലി ആഗ്രഹിക്കുന്നവർക്ക് ഈ അവസരം പ്രയോജനപ്പെടുത്താം. വിദ്യാഭ്യാസ യോഗ്യത, ഒഴിവുകൾ, പ്രായപരിധി, ശമ്പളം തുടങ്ങിയ കൂടുതൽ വിവരങ്ങൾ നോക്കാം. ജോബ് ഡീറ്റെയിൽസ്. ബോർഡ്, റെയിൽവേ റിക്രൂട്ട്മെൻറ്റ് സെൽ, RRC. ജോലി തരം സെൻട്രൽ ഗവൺമെൻറ്. ആകെ ഒഴിവുകൾ 2424. തസ്തിക അപ്രൻറ്റീസ്. ജോലിസ്ഥലം ഇന്ത്യയിലുടനീളം. അപേക്ഷിക്കേണ്ട തീയതി 16/7/2024 മുതൽ. വേക്കൻസി ഡീറ്റെയിൽസ്. റെയിൽവേ റിക്രൂട്ട്മെൻറ്റ് സെൽ പുറത്തിറക്കിയ വിജ്ഞാപന പ്രകാരം 2424 അപ്രൻറ്റീസ് ഒഴിവുകളിലേക്കാണ് അപേക്ഷ ക്ഷണിച്ചിരിക്കുന്നത്. ഓരോ ക്ലസ്റ്ററിലുമുള്ള ഒഴിവുകൾ നോക്കാം. മുംബൈ ക്ലസ്റ്റർ. ഗ്യാരേജ് ആൻഡ് വാഗൺ കോച്ചിങ് വാടി ബണ്ടർ 258. കല്യാൺ ഡീസൽ ഷെഡ് 50. കുർള ഡീസൽ ഷെഡ് 60. SRDE TRS കല്യാൺ 124. SRDE TRS കുർള 192. പാരൽ വർക്ക്ഷോപ്പ് 303. മാതുങ്ങ വർക്ക്ഷോപ്പ് 547. S&T വർക്ക്ഷോപ്പ് 60. ബുസാർ ക്ലസ്റ്റർ. ഗ്യാരേജ് ആൻഡ് വാഗൺ ഡിപ്പോട്ട് 122. ഇലക്ട്രിക് ലോക്കോ ഷെഡ് 80. ഇലക്ട്രിക് ലോക്കോമോട്ടീവ് വർക്ക്ഷോപ്പ് 18. മന്മാട് വർക്ക്ഷോപ്പ് 51. TMW നാസിക് റോഡ് 47. പൂനെ ക്ലസ്റ്റർ. ഗ്യാരേജ് ആൻഡ് വാഗൺ ഡിപ്പോട്ട് 31. ഡീസൽ ലോക്കോ ഷെഡ് 121. നാഗ്പൂർ ക്ലസ്റ്റർ. ഇലക്ട്രിക് ലോക്കോ ഷെഡ് 48. ഗ്യാരേജ് ആൻഡ് വാഗൺ ഡിപ്പോട്ട് 63. സോളാപൂർ ക്ലസ്റ്റർ. ഗ്യാരേജ് ആൻഡ് വാഗൺ 55. കുർദുവാടി വർക്ക്ഷോപ്പ് 21. ഏജ് ലിമിറ്റ് 15 വയസ്സ് മുതൽ 24 വയസ്സ് വരെയുള്ളവർക്ക് അപേക്ഷ നൽകാം. പട്ടികജാതി പട്ടികവർഗ വിഭാഗക്കാർക്ക് 29 വയസ്സ് വരെയാണ് പ്രായപരിധി. OBC വിഭാഗക്കാർക്ക് 27 വയസ്സ് വരെയാണ് സംവരണ പ്രായപരിധി. മറ്റ് പിന്നോക്ക വിഭാഗക്കാർക്ക് സർക്കാർ നിശ്ചയിച്ചിട്ടുള്ള വയസ്സിളവ് ലഭിക്കുന്നതാണ്. ക്വാളിഫിക്കേഷൻ 50% മാർക്കോടെ 10ാം ക്ലാസ് പാസ്സായിരിക്കണം, അല്ലെങ്കിൽ തത്തുല്യ യോഗ്യത ഉണ്ടായിരിക്കണം. നാഷണൽ ട്രേഡ് സർട്ടിഫിക്കറ്റ്, NCVT ആൻഡ് SCVT. സാലറി. ട്രെയിനിങ് തിരഞ്ഞെടുക്കപ്പെടുന്നവർക്ക് മാസം 7000 രൂപയാണ് സ്റ്റൈഫൻ ലഭിക്കുക. ആപ്ലിക്കേഷൻ ഫീ 100 രൂപയാണ് അപേക്ഷാ ഫീസ്. പട്ടികജാതി പട്ടികവർഗ വിഭാഗക്കാർക്ക് അപേക്ഷാ ഫീസ് ഇല്ല. ഓൺലൈൻ പോർട്ടൽ മുഖേന അപേക്ഷാ ഫീസ് അടയ്ക്കാം. എങ്ങനെ അപേക്ഷിക്കാം? ഈ ജോലിക്ക് അപേക്ഷിക്കുന്നതിനു മുമ്പ് കമൻറ്റ് ബോക്സിൽ നൽകിയിരിക്കുന്ന ഔദ്യോഗിക വിജ്ഞാപനം മുഴുവനായും വായിച്ച് യോഗ്യത ഉറപ്പുവരുത്തുക. ഓൺലൈൻ വഴിയാണ് അപേക്ഷകൾ അയക്കേണ്ടത്. അപേക്ഷകൾ അയക്കേണ്ട അവസാന തീയതി 2024 ഓഗസ്റ്റ് 15 വരെ ആയിരിക്കും. അപേക്ഷകർ വിദ്യാഭ്യാസ യോഗ്യത, പ്രായപരിധി, പരിചയം, ജാതി എന്നിവ തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റുകൾ അപ്ലോഡ് ചെയ്യേണ്ടി വരും. അപേക്ഷിക്കുന്ന സമയത്ത് നിങ്ങളെ വിളിച്ചറിയിക്കാൻ കഴിയുന്ന മൊബൈൽ നമ്പറോ അല്ലെങ്കിൽ ദിവസവും ശ്രദ്ധിക്കുന്ന ഇമെയിൽ ID യോ നൽകുക. ഓൺലൈൻ വഴിയുള്ള അപേക്ഷകൾ മാത്രമേ സ്വീകരിക്കുകയുള്ളൂ.
പൂർണ്ണമായ യോഗ്യതകൾ ഇല്ലാത്തവരുടെ അപേക്ഷകൾ നിരുപാധികം തള്ളിക്കളയുന്നതാണ്. സൗജന്യ പ്ലേസ്മെൻറ്റ് ഡ്രൈവ്. തിരുവനന്തപുരം കേരള യൂണിവേഴ്സിറ്റി എംപ്ലോയ്മെൻറ്റ് ഇൻഫർമേഷൻ ആൻഡ് ഗൈഡൻസ് ബ്യൂറോയിൽ പ്രവർത്തിക്കുന്ന കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ സംയുക്ത സംരംഭമായ മോഡൽ കരിയർ സെൻറ്ററിൽ 2024 ജൂലൈ 20 രാവിലെ 10 മണി മുതൽ മരക്കാർ മോട്ടേഴ്സ്, ലെക്സോൺ മോട്ടേഴ്സ് പ്രൈവറ്റ് ലിമിറ്റഡ് ആൻഡ് ക്രെഡിറ്റ് ആക്സിസ് ജർമ്മൻ ലിമിറ്റഡ് സൗജന്യ പ്ലേസ്മെൻറ്റ് റൈഡ് സംഘടിപ്പിക്കും. വിവിധ സ്വകാര്യ സ്ഥാപനങ്ങളിലേക്ക് +2 ഡിഗ്രി, ഡിപ്ലോമ, ITI, BTech യോഗ്യതയുള്ള ഉദ്യോഗാർത്ഥികൾക്കാണ് പ്ലേസ്മെൻറ്റ് ഡ്രൈവ് സംഘടിപ്പിക്കുന്നത്. ഉദ്യോഗാർത്ഥികൾ ജൂലൈ 19 ഉച്ചയ്ക്ക് 1 മണിക്ക് മുമ്പായി സ്ക്രീനിൽ കൊടുത്തിരിക്കുന്ന പോർട്ടൽ വഴി പേര് രജിസ്റ്റർ ചെയ്യണം. ഒഴിവുകൾ സംബന്ധിച്ച വിശദ വിവരങ്ങൾക്ക് 047123045777. പാർട്ടിസിപ്പേറ്റിംഗ് കമ്പനീസ്: 1 മരക്കാർ മോട്ടേഴ്സ്, 2 ലെക്സോൺ മോട്ടോർ പ്രൈവറ്റ് ലിമിറ്റഡ്, ലെക്സോൺ ടാറ്റ, 3 ക്രെഡിറ്റ് ആക്സിസ് ജർമ്മൻ ലിമിറ്റഡ്. 4000 മലയാളികളെ ആവശ്യമുണ്ട്. 3.18 ലക്ഷം ശമ്പളം. ജർമ്മനിയിൽ വമ്പൻ അവസരം. കേരളത്തിൽ നിന്നുള്ള 4000 പേർക്ക് ജർമ്മനിയിൽ തൊഴിലവസരം. മെക്കാനിക്കൽ, സിവിൽ എന്നീ വിഷയങ്ങളിൽ BTech പാസ്സായവർക്കും പോളിടെക്നിക്, ITI കോഴ്സുകൾ പൂർത്തിയാക്കിയവർക്കുമാണ് അവസരം ലഭിക്കുക. ജർമ്മനിയിലെ റെയിൽവേ നടപ്പിലാക്കുന്ന റെയിൽപാത നിർമ്മാണ മേഖലയിലാണ് ജോലിക്ക് അവസരം. 6 വർഷം കൊണ്ട് 9000 കിലോമീറ്റർ റെയിൽപാത നവീകരിക്കുന്ന പദ്ധതികൾക്കായി ഈ പറഞ്ഞ യോഗ്യതയുള്ള യുവാക്കളെ തേടി ജർമ്മൻ സംഘം കേരളത്തിലെത്തിയിട്ടുണ്ട്. 3500 യൂറോ, ഏകദേശം 3.18 ലക്ഷം ഇന്ത്യൻ രൂപയാണ് ശമ്പളമായി ലഭിക്കുക. കൃത്യസമയത്ത് ഓടുന്ന ട്രെയിനുകൾ എന്നതാണ് ജർമ്മൻ റെയിൽവേയുടെ മുഖമുദ്ര. എന്നാൽ അടുത്തിടെയായി ട്രാക്കുകളിലെ പ്രശ്നങ്ങൾ കാരണം ട്രെയിനുകൾ വൈകുന്നത് പതിവായതോടെയാണ് റെയിൽപാത നവീകരണത്തിന് ജർമ്മനി തയ്യാറെടുക്കുന്നത്. റെയിൽവേ നവീകരണം ഏറ്റെടുത്ത ഡോയ്ച്ച് ബാൻ DB കമ്പനിക്ക് വേണ്ടി കേരള അക്കാദമി ഫോർ സ്കിൽസ് എക്സലൻസ് കേസാണ് തിരഞ്ഞെടുപ്പ് നടത്തുക. അടിസ്ഥാന യോഗ്യതാ മാനദണ്ഡങ്ങളുടെ രൂപരേഖ തയ്യാറാക്കുന്നതനുസരിച്ചാണ് കേസ് ഉദ്യോഗാർത്ഥികളെ കണ്ടെത്തുക. തൊഴിൽ നൈപുണ്യ മേഖലയിൽ മനുഷ്യവിഭവശേഷി കുറവായതിനാൽ DB കമ്പനി നടത്തിയ അന്വേഷണത്തിനൊടുവിലാണ് ജർമ്മൻ കോൺസൽ ജനറൽ ഏക്കീം ബെർക്കാട്ട് അവരെ കേരളത്തിലെത്തിച്ചത്. മന്ത്രി V. ശിവൻകുട്ടി, KSMD ഡോക്ടർ വീണ N. മാധവൻ തുടങ്ങിയവരുമായി കൂടിക്കാഴ്ച നടത്തിയ സംഘം ചവറയിലെ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇൻഫ്രാസ്ട്രക്ചർ ആൻഡ് കൺസ്ട്രക്ഷനും ചില എഞ്ചിനീയറിംഗ്, പോളിടെക്നിക് സ്ഥാപനങ്ങളും സന്ദർശിച്ചാണ് മടങ്ങിയത്. ഇത് എങ്ങനെ അപേക്ഷിക്കണം, ഇതിനെക്കുറിച്ചുള്ള കൂടുതൽ വിശദവിവരങ്ങൾ ഈ ചാനലിൽ കൊടുക്കുന്നതായിരിക്കും. സോ ഫ്രണ്ട്സ്, ഇതുപോലുള്ള വീഡിയോസിനായി വലിയ അറിവുകൾ തരുന്ന നിങ്ങളുടെ ജീവിതത്തിന് വളരെ മുതൽക്കൂട്ടാവുന്ന വീഡിയോകൾക്കായി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യും.